അമ്പാടിയാകാനൊരുങ്ങുകയാണ് വീഥികൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അമ്പാടി കണ്ണന്മാരും ഗോപികമാരും ആനന്ദ നൃത്തമാടും. ശോഭായാത്രയുടെ അഴകിന്റെ പീലിക്കുട നിവർത്തുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ് നാടും നഗരവും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷും വീണ എം.എസും ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും വിശേഷങ്ങളും കൂടി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണോ? എന്താണ് അവിടെ നിന്നും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ആ വർണ്ണാഭമായ കാഴ്ചകൾ? രോഹിണി പറഞ്ഞതുപോലെ വർണ്ണാഭമായ മഹാശോഭയാത്രകൾക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ ഈ ശോഭയാത്രകൾ ആരംഭിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കലൂർ പാവക്കുളം ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ കുരുന്നുകൾ കണ്ണന്മാരും ഗോപികമാരുമായി ഒരുങ്ങി, അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനത്തിലേക്കുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് തന്നെയാണ് അവരുള്ളത്. ആ പിഞ്ചു കാലുകൾ അതിൻ്റെ പുണ്യ സ്പർശനത്തിന് തന്നെയാണ് നഗരവീഥികൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് കുട്ടികളെ അണിയിച്ചൊരുക്കുന്ന രക്ഷാകർത്താക്കളും ബാലഗോകുലം പ്രവർത്തകരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ ഒരുക്കിയതിന് ശേഷം എറണാകുളം ടൗൺ ഹാളിലേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് മഹാശോഭയാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ മഹാശോഭയാത്രയുടെ അവസാന വട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്താണ് ഉണ്ണിക്കണ്ണൻ്റെ വേഷങ്ങളൊക്കെ പൂർത്തിയായോ? എപ്പോഴാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്? 12 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ പൂർത്തിയായി. എല്ലാ തവണയും ചേരാറുണ്ടോ ഇത് ശ്രീകൃഷ്ണജയന്തി? ഉണ്ട്. കണ്ണനായിട്ട് തന്നെയാണോ എല്ലാ തവണയും? എന്താണ് കണ്ണൻ്റെ പാട്ടുകളൊക്കെ അറിയോ? കണ്ണനെ സ്തുതിച്ചുള്ള പാട്ടുകളൊക്കെ അറിയോ? ആണോ? ആ പാട്ട് പാടാൻ അറിയുന്ന ആരുള്ളത് ഈ കൂട്ടത്തിൽ? ഒരുപാട് ഉണ്ണിക്കണ്ണന്മാർ ഒരുങ്ങി മനോഹരമായി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ എല്ലാം തന്നെ കാണുന്നത്. അതിനെ ഒരുക്കിയ ആളുകളും രക്ഷാകർത്താക്കളും എല്ലാം തന്നെ ഉണ്ട്. എന്താ ചേച്ചി, ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായോ? പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾ വരാമെന്നാണ്. അമ്മ ഒരു ഡേക്കായിരുന്നു. ഒരു 30 കുട്ടികൾ വരുന്നുണ്ട്. ഇവിടുന്ന് എത്ര കുട്ടികൾ ഇവിടുന്ന് ഒരുങ്ങി? ഈ ഭാഗത്തുനിന്ന് മാത്രം 30 പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ ഒരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ? എന്തൊക്കെയാണ് അവരുടെ ഒരുക്കങ്ങളൊക്കെ? കുഞ്ഞു കുട്ടികളല്ലേ, അവിടെ നമ്മള് പിടിച്ചിരുത്തി ഓരോന്ന് ചെയ്യിച്ച് 70 പേരുണ്ട് കേട്ടോ. സഹകരിക്കുന്നുണ്ട് കുട്ടികൾ. ഇവിടുന്ന് നമ്മൾ എപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ? ഇവിടെ നിന്നൊരു 3:30-4 70 കുട്ടികളുണ്ട് കേട്ടോ. 70 കുട്ടികളുണ്ട് ഇവിടെ നിന്ന് മാത്രം. പാവക്കുളം അമ്പലം കലൂർ മാത്രം വലിയ ഒരു സംഖ്യ, കുട്ടികളുടെ ഒരു സംഖ്യ തന്നെയാണ്. അതായത് ഓരോ വർഷവും ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങളിൽ കുട്ടികൾ കൂടുതലായി പങ്കാളികളാകുന്നു. ഇതിൻ്റെ എല്ലാം സംഘാടകനായ ബാലചന്ദ്രൻ, അദ്ദേഹവും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം? നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും മുടക്കം വരാതെ നടന്നു പോകുന്ന ഒരു ഇതാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കലൂര് പാവക്കുളം ശാഖയുടെ കീഴിൽ ഉമാമഹേശ്വര ബാലഗോകുലത്തിൻ്റെ കീഴിലുള്ളത്. നമ്മളിവിടെ ഏതാണ്ട് 100ഓളം കുട്ടികളെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളുടെ ഇതിനകത്ത് വരികയും ഇവിടെ തന്നെ നമ്മൾ വേഷം രാധയുടെയും ഗോപികമാരുടെയും ശ്രീകൃഷ്ണ വേഷമെല്ലാം അണിയിച്ച് നമ്മളിവിടെ 4 മണിയോടുകൂടി നമ്മളുടെ ടൗൺ ഹാളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തുടർന്നുള്ള ശോഭയാത്രയിൽ നമ്മളവിടെ എത്തുന്ന ഒരു സംഭവം. ഇതിന് ഒരു പ്രത്യേക അറിയിപ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ ഈ കലൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത. കാരണം ഇപ്പോൾ ഇല്ലാതെ കുട്ടികൾ കൃത്യമായ സമയാസമയങ്ങൾ എല്ലാ വർഷവും കൃത്യസമയത്ത് രക്ഷാകർത്താക്കൾ ഇവിടെ കുട്ടികളെ എത്തിക്കാനായിട്ട് താല്പര്യപ്പെട്ട് അതിന് മുന്നേ തന്നെ നമുക്ക് മെസ്സേജുകൾ അയക്കുന്ന സംവിധാനമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ തന്നെ രക്ഷാകർത്താക്കൾ തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വേഷങ്ങളുടെ കാര്യങ്ങളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള കൂപ്പണുകൾ വെച്ചിട്ട് നമ്മളിവിടെ ഈ കുട്ടികൾക്കുള്ള വേഷവിധാനങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ നിന്ന് ഇത് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനിയും കുറേ കുട്ടികളും കൂടി വേഷം ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരും കൂടി എത്താനും വരയ്ക്കാണ് ഇവിടെ നിന്ന് ഒരുക്കി കൊടുക്കുന്നത്. അതെ, അത്ര രോഹിണി, കുറച്ച് കുട്ടികളെല്ലാമാണ് ഇവിടെ നിന്ന് ഒരുങ്ങിയത്. ഇനിയും ഒരുപാട് കുട്ടികൾ ഈ ഒരുങ്ങി കണ്ണനും രാധമാരും എല്ലാമായി ഈ ഭാഗത്തേക്ക് ഗോപികമാരെല്ലാമായി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. അവരവരുടെ വീടുകളിലും മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരുങ്ങിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ഒരുങ്ങിയ കുട്ടികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ വേഷങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ തോന്നുന്നത്?
ഗോപികയായി നടക്കുമ്പോൾ സന്തോഷം. സന്തോഷമുണ്ട്. ഒരു പാട്ടുകളൊക്കെ പാടാൻ അറിയുന്നതാണോ? ചെറുതായി കുറച്ച് ഏത് പാട്ടാണ് അറിയുന്നത്? ഇങ്ങനെ പാട്ട് ചെറുതായിട്ട് അറിയുന്ന പാട്ട് എനിക്കറിയില്ല. നമുക്കറിയാം. പാട്ട് ഏതാ പാട്ട് പാടുന്നത്? അറിയില്ല. അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും അറിയുന്നത്? അങ്ങനെയൊന്നുമില്ല. തൊട്ടപ്പുറത്ത് കൃത്യമായി തന്നെ ഒരുപാട് കുട്ടികൾ പാട്ട് പാടാനല്ല. മോൻ പാടുമെന്നാണോ പറയുന്നത്? പാടുവോ? ഏത് പാട്ടാ? എല്ലാവർക്കും ആ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പാടാനും എല്ലാം തന്നെ ഉള്ളൊരു മടിയുണ്ട്. അതേ സമയത്ത് തന്നെ കുട്ടികൾ ഇവിടെ മറ്റു ചില കുട്ടികൾ ഇവിടെ ഒരുക്കത്തിലുമാണ് പൂർണ്ണമായും തന്നെ. എന്താ ഇനി ലാസ്റ്റ് നിമിഷമായോ ഒരുക്കത്തിന്റെ? ആയിക്കൊണ്ടിരിക്കുന്നു. എവിടം വരെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. അവളായിട്ട് നിർബന്ധം പറഞ്ഞു വന്നതാണ്. നിർബന്ധം പറഞ്ഞു? എനിക്ക് കൃഷ്ണനാവണം പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ആവുന്നത്. അല്ലാതെ മറ്റ് കുട്ടികളെ പങ്കെടുക്കാറുണ്ടോ ബാലമത്സരത്തിന് പരിപാടി? ഒന്നിനും പോകാറില്ല. ഇതിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി ഈ വർഷം മുതൽ. അപ്പോൾ എനിക്ക് ആവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ടീച്ചേഴ്സിൻ്റെ ഇൻസ്പിറേഷൻ ആയിരിക്കണം. എന്തായാലും കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഋതിക പ്രവീൺ. ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. സരസ്വതി സ്കൂളിൽ പഠിക്കുന്നു. ഇത്തരത്തിൽ ഇത്തവണ വേഷം ധരിച്ച് അല്ലെങ്കിൽ കൃഷ്ണവേഷം ധരിച്ച് വരണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. കുട്ടികൾ തന്നെ ഇതുപോലെ വേഷം ധരിച്ച് ഗോപികമാരായും ഉണ്ണിക്കണ്ണന്മാരും എല്ലാം തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച് അവർ തന്നെ ആഗ്രഹം പറഞ്ഞ് ഈ ശോഭയാത്രയുടെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഒരുക്കിയ കൊണ്ടുവന്നതാണ്. സെക്കൻഡ് ടൈമാണിത്. കഴിഞ്ഞ വർഷം കണ്ണനായിരുന്നു, ഈ വർഷം രാധയായിട്ട്. ഇത്തവണ രാധയായിട്ട്. അല്ലാതെ വലിയ സന്തോഷത്തോടെയാണോ? അതെ. കുറേ ദിവസത്തെ ഒരുക്കാണ്. എങ്ങനെയാണ് എല്ലാ തവണയും പങ്കെടുക്കുന്നതാണ് എല്ലാ തവണ? ഏത് ബാലകോലത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബാലകോലത്തിൽ ചില കുട്ടികൾ പോകാറുണ്ടോ? ഇതിന്നെ എളമക്കര ബാലകോലം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കുട്ടികളൊക്കെ ഈ ഭാഗത്തേക്ക് വരാനുണ്ട്. ഇവിടത്തേക്ക് വരാനുണ്ട്. അറിയുന്ന എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി. അങ്ങനെ എന്നിട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് ഒരുമിച്ച് ടൗൺ ഹാളിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എറണാകുളത്തപ്പൻ്റെ അങ്ങോട്ട്. എന്തായാലും വലിയ ഒരു ശോഭയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. ഇതുപോലെ പല ഭാഗങ്ങളിൽ നിന്ന് ടി ഡി അമ്പലത്തിൻ്റെ പരിസരത്ത് കുട്ടികൾ ഒരുങ്ങുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തന്നെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ണന്മാരും ഗോപികമാരും എല്ലാമായി കുട്ടികൾ അവർ രൂപം മാറുന്നു, വേഷവിധാനങ്ങൾ ധരിക്കുന്നു. അതിനുശേഷം 4 മണിയോടെ എല്ലാം ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുന്നു. പിന്നീട് മഹാശോഭയാത്രയായി നീങ്ങുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക് MG റോഡ് വഴി നീങ്ങുന്നു. അതോടുകൂടി നഗരം പൂർണ്ണമായും ഒരു അമ്പാടിയായി മാറുന്ന കാഴ്ചകൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. സന്തോഷകരമായ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വലിയ നവ്യാനുഭവം നൽകുന്ന ഒരു മഹാശോഭയാത്ര തന്നെയാണ് കൊച്ചി നഗരത്തിൽ നടക്കുന്നത്. കൊച്ചി നഗരത്തിൽ മാത്രമല്ല, ഏതാണ്ട് 400-ലധികം 411ഓളം ശോഭയാത്രകൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും പൂത്തോട്ടയിലും പുതിയകാവിലും എല്ലാമായി നിരവധി ശോഭയാത്രകൾ ആണ് ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ ഈ ശോഭയാത്രയുടെ ഭാഗമാകുന്നു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്.